ഈ വർഷത്തെ റംസാൻ ആരംഭം വ്യാഴാഴ്ചയായിരിക്കുമെന്ന് നേരത്തെ തന്നെ കേരള നദൂത്തുൽ മുജാഹിദീനും പിന്നീട് വിശദവും അറിയിക്കുകയുണ്ടായി. സമുദായം അല്പം പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ. നേരത്തെ മാസം കണ്ടാൽ അറിയിക്കാനുള്ള ഒരു നമ്പർ കൊടുക്കുകയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്ന ദിവസം പോലും കണ്ടാൽ അറിയിക്കണം എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും പതിവുണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് ഈ തവണ ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നതിനാൽ അന്ന് മാസപ്പിറവി കാണില്ലെന്നും ചൊവ്വാഴ്ചയായിരിക്കും റംസാൻ ആരംഭം എന്നും അറിയിച്ച ആ വിപ്ലവകരമായ തീരുമാനത്തിന് നന്ദി അറിയിക്കുന്നു. സമുദായം അല്പമെങ്കിലും പുരോഗതിയിലേക്ക് കടക്കാൻ ആരംഭിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. ഇതുകൊണ്ട് എല്ലാം ആയി എന്നല്ല. സമുദായം നേരത്തെ വാങ്ങിവിളിക്ക് സമയം കണ്ടെത്തിയിരുന്നത് പള്ളിയുടെ മുമ്പിൽ ഒരു നാട്ട കുത്തി നിർത്തി അതിൻ്റെ നിഴൽ അളന്നുകൊണ്ടായിരുന്നു. കാലങ്ങളിലേറെ പോയ ശേഷം ഒരു കലണ്ടർ കണ്ടെത്തുകയും ആ കലണ്ടർ അനുസരിച്ച് വാങ്ങുവിളി ആരംഭിക്കുകയും ചെയ്തു. ആ കലണ്ടറനുസരിച്ചുള്ള വാങ്ങുവിളിയെ ഇന്നോളം ഒരു സംഘടനയും എതിർത്തിട്ടില്ല. ഒരു വർഷം മുമ്പ് കണ്ടെത്തിയ കലണ്ടറല്ലേ, അതിൻ്റെ സമയം എങ്ങനെ ശരിയാകും എന്നവർ ചോദിച്ചില്ല. കാരണം അവർക്കത് പ്രയാസമായതുകൊണ്ടാണ്. എന്നാൽ മാസപ്പിറവിയുടെ കാര്യത്തിൽ അന്ന് അവർക്കൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. കാരണം മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം, തിരുനാൾ കഴിക്കണം എന്ന ഹദീസാണ് അവരെ അതിന് നിന്നത് എന്ന് മാത്രമല്ല, ഇന്നത്തെ പോലെ ഗോളശാസ്ത്രം അന്ന് പുരോഗമിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഏതായാലും കാലത്തിനനുസരിച്ച് വാങ്ങുവിളി അങ്ങനെ തീരുമാനിച്ചെങ്കിലും ഇന്നത്തെ പോലെ ഒരേ കവലയിൽ നിന്ന് 4ഉം 5ഉം വാങ്ങുവിളി അന്നുണ്ടായിരുന്നില്ല. ഒരു പ്രദേശത്ത് വളരെ ദൂരദിക്കിലായിരിക്കും ഒരു പള്ളി ഉണ്ടാവുക. ആ പള്ളിയിൽ നിന്ന് മൈക്ക് സെറ്റ് ഇല്ലാതെ വാങ്ങ് കൊടുത്താൽ അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ മാത്രമേ അന്ന് വാങ്ങ് കേൾക്കുമായിരുന്നുള്ളൂ. മറ്റുള്ള ആളുകൾക്ക് അത് കേൾക്കാത്തതിൽ വലിയ പ്രയാസം അന്നുണ്ടായിരുന്നില്ല. കാരണം അന്ന് ബഹുഭൂരിപക്ഷം ആളുകളും നമസ്കരിക്കുന്നവരുമായിരുന്നില്ല. പിന്നീടാണ് ഇതിന് മാറ്റം വന്നത്. പിന്നീട് അവർക്ക് റമദാൻ മാസത്തിൽ ഒരു വാങ്ങ് വിളി കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നോമ്പ് തുറക്ക് വേണ്ടിയായിരുന്നു അത്. അതിന് ഒരു മാർഗവും അവരുടെ മുമ്പിലില്ലാത്തതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാലത്ത് പോലും കോഴി കൂട്ടിൽ പോകുന്ന സമയം നോക്കിയായിരുന്നു അവർ നോമ്പ് തുറന്നിരുന്നത്. അതൊക്കെ ഇന്ന് പാടെ വിസ്മരിക്കപ്പെട്ടു പോയി. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ കൃത്യസമയമുണ്ട്, മൊബൈലുകളിൽ തന്നെ വാങ്ങുണ്ട്. അങ്ങനെ പുരോഗമിച്ചു. കാലത്തെ പുരോഗതി നമുക്ക് തടഞ്ഞു നിർത്താൻ എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ലല്ലോ. ഇനി ഈ തീരുമാനത്തിനനുസരിച്ചുള്ള മറ്റൊരു വിപ്ലവമായ തീരുമാനം ഉണ്ടാവേണ്ടത്, ഇതേപോലെ സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം 30 മിനിറ്റും 40 മിനിറ്റുമൊക്കെ ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാകും എന്ന് പറയുന്ന വർഷങ്ങളിൽ പെരുന്നാളും നോമ്പും ഇതേപോലെ തന്നെ നേരത്തെ പ്രഖ്യാപിക്കുവാൻ കഴിയണം. അതോടുകൂടി ഈ മാസം കാണൽ എന്ന കോലാഹലത്തിൽ നിന്ന് സമുദായത്തിന് മാറി നിൽക്കാൻ കഴിയും. ഇപ്പോൾ നോമ്പിനും പെരുന്നാളും അറിയുവാൻ വേണ്ടി മാസം കാണാൻ തലേ ദിവസം രാത്രി തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ചാനലുകാരെയും കൂട്ടി കടപ്പുറത്ത് കിടന്ന് കാട്ടിക്കൂട്ടുന്ന വൃത്തികെട്ട പരിപാടി ഇതര സമുദായക്കാർക്ക് പോലും സഹതാപം തോന്നുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല, സുന്നി വിഭാഗത്തിൽപ്പെട്ട യുവതലമുറക്കും ഇത് ഒരു പരിഹാസ്യമായ കാര്യമായേ തോന്നാൻ സാധ്യതയുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇനി മണിക്ക് ഫാനിൻ്റെ ഇജ്റ കലണ്ടർ എന്ന ഒരു കലണ്ടറുണ്ട്. അത് വളരെ യോഗ്യമായ കലണ്ടറാണ്. ആ കലണ്ടർ അനുസരിച്ച് മാസപ്പിറവി നിർണ്ണയിക്കുവാൻ മുസ്ലിം സമുദായത്തിന് ഒത്തുകൂടി തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ അവർക്ക്
ഒത്തുകൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ പറ്റാത്തവരായതുകൊണ്ട് അതുണ്ടാവുകയില്ല എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒട്ടേറെ ഗവൺമെൻറ് ജീവനക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ നേരത്തെ അറിഞ്ഞാൽ അവർക്ക് ലീവുകളും മറ്റും നാട്ടിൽ വരുന്നതും പോകുന്നതുമൊക്കെ സൗകര്യപ്പെടാൻ അത് ഉപകരിക്കും. മാത്രമല്ല ഗവൺമെൻറ്റുകൾക്ക് നേരത്തെ പെരുന്നാൾ ലീവുകൾ പ്രഖ്യാപിക്കുവാനും കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ സമുദായം പുരോഗമിക്കേണ്ടത്. യുവവിഭാഗമെങ്കിലും സമുദായത്തെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യണം. എന്നും ഒരു കാലത്ത് അന്ധവിശ്വാസത്തിലോ ഏതോ ഒരു കാലത്ത് പറഞ്ഞ കാര്യത്തിലോ ഉറച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. പെരുന്നാളിന് മാസം കണ്ട് ആലേ കഴിക്കാവൂ എന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെ ഒരിക്കൽ ഒരു യാത്രാസംഘം ഞങ്ങൾ മാസം കണ്ട് പെരുന്നാൾ കഴിച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരോടൊപ്പം പെരുന്നാൾ കഴിക്കുകയും അന്ന് സമയമില്ലാത്തതുകൊണ്ട് നമസ്കാരം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചതായും ചരിത്രത്തിലുണ്ട്. അപ്പോൾ മാസപ്പിറവിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തർക്കിക്കാൻ നിൽക്കാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു.